പ്രഗ്നൻ്റ് ആയതിൽ പിന്നെ രാവിലെ എഴുന്നേൽക്കാൻ നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. ഇങ്ങനെ ആയതിൽ പിന്നല്ല, അതിനു മുമ്പും രാവിലെ എഴുന്നേൽക്കുന്ന കാര്യം ഓർക്കുമ്പോൾ നല്ല മടി തന്നെയാണ്, ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. ഞാനങ്ങനെ സ്ഥിരമായി ടോൺ വോയിസ് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല, അത് നിങ്ങൾക്കും അറിയാമല്ലോ. പിന്നെ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര ബോറിംഗ് ആണ്. അപ്പോൾ എൻ്റെ ബോറടി ഒന്ന് മാറ്റാൻ വേണ്ടി എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് കരുതിയത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ യോഗ ചെയ്യുന്ന ശീലം ഉണ്ടായിരുന്നു എനിക്ക്. പ്രഗ്നൻ്റ് ആയതിൽ പിന്നെ ആ ശീലങ്ങളൊക്കെ മാറ്റേണ്ടതായിട്ട് വന്നു. കാരണം വേറൊന്നുമല്ല, ഫസ്റ്റ് മന്തിലൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് യോഗ എന്ന് പറയുന്ന ശീലങ്ങളൊക്കെ പോയി. വോമിറ്റിങ് മാറിയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ ഇപ്പോൾ കഴിക്കാനും പറ്റുന്നുണ്ട്. വേറൊരു കാര്യം കൂടി പറയട്ടെ, ഇത് ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ അല്ല, ഒരു 1 വീക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളാൽ അതെനിക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് എൻ്റെ മൈൻഡ് ഒന്ന് സെറ്റ് ആയത് ഇപ്പോഴാണ്. അതിൻ്റെ കാര്യം എന്താണെന്നൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് അമ്മ കാച്ചി വെച്ച എണ്ണക്കുപ്പി എൻ്റെ കണ്ണിൽ പെട്ടത്. എങ്കിൽ ഇത്തിരി എണ്ണ എടുത്ത് തലയിൽ തേക്കാമെന്ന് കരുതി. എനിക്കങ്ങനെ എണ്ണ തേച്ച് കുളിയൊന്നും ശീലമുള്ള കൂട്ടത്തിലല്ല, വല്ലപ്പോഴും തോന്നിയാൽ ഇത്തിരി വരട്ടി കൊടുക്കും. ഇപ്പോൾ കണ്ണാടി നോക്കിയപ്പോൾ തലയിൽ ഒരുപാട് മുടി വളരുന്നത് കാരണമായിരിക്കാം തലയോട്ടിയൊക്കെ തെളിഞ്ഞു കാണാം. എങ്കിൽ പിന്നെ ഇത്തിരി എണ്ണ ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി. അങ്ങനെയെങ്കിലും തലയോട്ടിക്ക് അപകർഷതാബോധം തോന്നി കുറച്ച് മുടി കിളിക്കട്ടെ എന്നേ. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, മുടി ഒരുപാടുള്ളവർക്ക് ദൈവം എത്ര വേണമെങ്കിലും വാരിക്കോരി കൊടുത്തുകൊണ്ടേയിരിക്കും. അവർക്കിങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കാരണം വെട്ടിക്കളഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ മുടിയില്ലാത്തവർക്കോ എന്തൊക്കെ ചെയ്താലും ഒട്ടും മുടി കിളിക്കുകയില്ല. വേറൊരു കാര്യം പറയാം, ഈ എണ്ണയ്ക്ക് എന്തോ എടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ള മണം. എനിക്ക് ആ മണം ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു പ്രത്യേകത, ഇതുവരെ ഞാൻ തലയിൽ തേച്ചിട്ടുള്ള എണ്ണയെക്കാട്ടിലൊക്കെ ഒരുപാട് ഭയങ്കര എന്തോ ഒരു പ്രത്യേക, പറയാൻ പറ്റില്ല, അത്രയ്ക്കൊരു പ്രത്യേക മണം. എനിക്ക് ആ മണം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മ കാച്ചി എണ്ണയായതുകൊണ്ട് പൊക്കി പറയൊന്നുമല്ല കേട്ടോ, നല്ലത് നല്ലതാണെന്ന് തന്നെ പറയും. ഈ ഒരു ടൈമിൽ പലർക്കും എന്നെപ്പോലെ തന്നെ മുടി കൊഴിച്ചിലുണ്ടാകാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസിൻ്റെ ഒക്കെ ആകും അല്ലേ? എണ്ണയുടെ മണത്തെക്കുറിച്ചും ഗുണത്തെക്കുറിച്ചും എത്രയൊക്കെ പൊക്കി പറഞ്ഞാലും എന്തൊക്കെ അറിയാമെങ്കിലും തലയിൽ നിന്നും ഈ എണ്ണ ഷാമ്പൂ ചെയ്ത് കഴുകി കളയുന്നത് വരെ എനിക്കൊരു സമാധാനവും കിട്ടില്ല. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരു നൊസ്റ്റ് ഫീല് തരുന്ന ഒരു മണം, ഒരു ഫ്രാഗ്രൻസ് നമ്മുടെ എല്ലാവരുടെയും ലൈഫിലുണ്ടാവും. എൻ്റെ ലൈഫിൽ അങ്ങനെ കുറേ മണങ്ങളുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ഒരു മണം എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമുള്ള കൂട്ടത്തിലൊരാളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് നൊസ്റ്റ് ഫീൽ തരുന്ന ഒരു മണമുള്ള ഒരു സംഭവമാണ് ഞാനിപ്പോൾ ഈ പുരട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച്, അത് തീരില്ലേ എന്ന് പറഞ്ഞിട്ട് വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എന്തോ ഒരിക്കലൊരു പ്രത്യേക വൈബ് കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരു മണങ്ങളിലൊന്നാണ് ഇത്. ഇങ്ങനെ പറയാനൊരു പ്രത്യേക റീസണും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ യാത്ര പോയാലും എൻ്റെ നൊസ്റ്റ് ഫ്രാഗ്രൻസിൻ്റെ ലിസ്റ്റിൽ വരുന്ന ഏതെങ്കിലും ഒരു സാധനം ഞാൻ മറക്കാതെ തന്നെ എൻ്റെ ബാഗിനുള്ളിൽ ഇട്ടേക്കും. അതെനിക്ക് നിർബന്ധമാണ്. കുളി കഴിഞ്ഞ് വന്നാൽ മേക്കപ്പ്, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതെനിക്ക് മസ്റ്റാണ്. അതിനി എത്ര വയ്യാഴിക ഉണ്ടെങ്കിൽ കൂടിയും അതെനിക്ക്, എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയുകയും ചെയ്യാം.